അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് വ്ളോഗാണ്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ, 3rd വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിൻ്റേതായൊക്കെ ചെറിയതായിട്ടുള്ള ഒരു സെലിബ്രേഷന്, ഒരു കേക്ക് മുറിക്കുക, അതുപോലെ തന്നെ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതൊക്കെ ആയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മട്ടൻ ബിരിയാണിയാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും അതുപോലെ തന്നെ തട്ടുകട സ്റ്റൈല് ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പം ഞാനിത് ഇവിടെ ഒരു കിലോനോളം ഉണ്ടാവും മട്ടൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഒരു 5-6 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഞാൻ ചിക്കൻ ഫ്രൈക്ക് ഉണ്ടാക്കാനുള്ള മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 8 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാല. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും, അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ 2 ടേബിൾ സ്പൂണ് മുളകും പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു തവി അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, ആ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മൂടി സുർക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെക്കുക, പൊരിക്കാൻ നേരത്ത് എടുക്കുക. അപ്പോൾ ഞാനിനി മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത്. മട്ടൻ്റെ മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 5 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് 2 വലിയ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം, പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പെരിഞ്ജീരകം പൊടിച്ചത് അതും കൂടി ആഡ് ചെയ്യുക. അത്യാവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ബിരിയാണി മസാലയാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ്റെ പീസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കേടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതേ ചോറ് ഇവിടെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൽ ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചതിന് ശേഷം ഒരു ലെയർ മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചോറ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ റോസ് എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്.
ഇനി നമ്മൾ അടുത്ത ലെയർ മസാലയും കൂടി ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ചോറ് ഇട്ടിട്ട് സെറ്റാക്കി കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും നെയ്യും കൂടി ഇട്ടിട്ട് നമുക്കിനി ദം ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കുക. നല്ല മസാലയിൽ നല്ല കുഴഞ്ഞിട്ടുള്ളൊരു ചോറാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഇനി നമ്മൾ മസാലാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവാണ്. നല്ല മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് ടിക്ടോക്കിൽ നിന്നാണ്. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈല് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെലും കൂടി വറുത്തൊന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നോക്കൂട്ടോ. നല്ല രസമുണ്ട്. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് ഇക്ക സർപ്രൈസായിട്ട് തന്നതാണ്. നമ്മൾ വേറെ ആരുമില്ല, നമ്മുടെ റൂമിൻ്റെ അപ്പുറത്തുള്ള ചേട്ടനും ചേച്ചിയുണ്ട്. അവർ കൊല്ലത്തുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു അങ്കിളുണ്ട്, അങ്കിളും കൊല്ലത്തുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ടൊരു ജസ്റ്റ് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്. പിന്നെ നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 11:30 ആകുമ്പോഴാണ് ഇക്കാടെ കുഞ്ഞിപ്പാടെ മോള് മീൻസ് സിസ്റ്ററും അതുപോലെ തന്നെ അളിയനും കൂടിയിട്ട് വന്നത്. അപ്പോൾ അവരൊരു സർപ്രൈസ് വിസിറ്റ് നടത്തിയതാണ്. അവർ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത്. അപ്പോൾ ഇവരും ഇവിടെ റാസൽ കൈമയിലെല്ലാം ഉള്ളവരാണ്. അളിയനിവിടെ ബിസിനസ്സാണ്. താത്ത ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാബ് ടെക്നീഷ്യനാണ്. പക്ഷേ ഇപ്പോൾ ആളിപ്പോൾ 6th month പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യണമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ആൾക്ക് വേണ്ടി ദുആ ചെയ്യാം കേട്ടോ. നമ്മൾ എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട് കുട്ടികൾ അവരുടേതായ അവരൊരു കളിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മൾ കുറേ ആയി പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ അവർക്കതൊരു ഭയങ്കരമായിട്ടൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, bye bye and take care.